ഓരോ തീരുമാനങ്ങൾക്കും ഉചിതമായ മൂല്യമുണ്ട്. ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തെന്നോ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും ആരും തിരക്കാനും അന്വേഷിക്കാനൊന്നും നിൽക്കത്തില്ല. പക്ഷേ ചില മുതിർന്ന ആൾക്കാരൊക്കെ പറയും നമ്മളെന്ത് തീരുമാനം എടുത്താലും അത് 1-2 പ്രാവശ്യം ആലോചിച്ച് ഇട്ടൊക്കെ എടുക്കാവുള്ളൂ, ഒരുപാട് തവണ ആലോചിക്കണം, അല്ല ഒറ്റ അടിക്ക് ഒരു തീരുമാനം എടുക്കരുതെന്നൊക്കെ നമ്മളോട് മുതിർന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുമ്പം അതിന് പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെന്താണെന്നൊന്നും മറ്റാരും തിരക്കത്തും അന്വേഷിക്കാനൊന്നും നിൽക്കത്തില്ല. അപ്പോൾ എനിക്ക് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എൻ്റെ അച്ഛനൊന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒന്ന് വീണായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജോലി നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാലും ജോലി പോകണമെങ്കിൽ പോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്ത് അച്ഛൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മകനെന്ന നിലയിലുള്ള കർത്തവ്യം. എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തും ഉള്ളു. അപ്പോൾ ജോലി പോയതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ തീരുമാനത്തോട് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ ജീവനും മറ്റുള്ളവരുടെ ഒരു വ്യക്തിയുടെ ഇതിനുമാണ് നമ്മൾ എപ്പോഴും മൂല്യം കൊടുക്കേണ്ടത്. അല്ലാതെ പൈസയ്ക്ക് സമ്പത്തിനും സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ബന്ധങ്ങളുടെ മൂല്യം കുറക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഉന്നതങ്ങളിലും ഒരു നല്ലൊരു വ്യക്തിയായി മാറാനോ ഒന്നും സാധിക്കത്തില്ല. നമ്മൾ എപ്പോഴും താഴ്മയിൽ നിന്നും ഉയരങ്ങളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒത്തിരി ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമായ മൂല്യവും എല്ലാം കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അച്ഛൻ, അമ്മ, കുടുംബം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏത് തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടി വന്നാലും അതിൽ യാതൊരു തെറ്റും ഉണ്ടാകത്തില്ല. നമുക്ക് നമ്മളുടേതായ ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം നമുക്ക് പലതും നഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വിധിച്ചിട്ടുള്ള എന്താണോ അത് ദൈവം നമുക്ക് തന്നെ നേടിത്തരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മളുടെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നാളത്തെ നമുക്ക് കിട്ടാനുള്ള ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം നമുക്ക് മുമ്പിൽ ഒരു വാതിലടയുമ്പം 100 വാതിൽ തുറന്നു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചൊരിക്കലും ഒരു കാര്യത്തിലും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ഉറച്ച വിശ്വാസത്തോടെ പോകണമെങ്കിൽ ജീവിതത്തിൽ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നാണ്. അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ലതിന് ആണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനെ തിരുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഉത്തമനായ പൗരനായി മാറുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിലെ നന്മകളെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യാതെ നന്നായിട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികൾക്കൊരിക്കലും ഒരു ഘട്ടത്തിലും തളർന്നു പോകുന്ന അവസ്ഥ വരത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ജീവിത വിജയം നേടിയെടുക്കാൻ വേണ്ടി ഓരോ വഴിത്തിരിവുകൾ പോലെ നിങ്ങൾക്ക് ഓരോ അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതിൽ വിശ്വസിക്കുക. ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ സഹായവും പിൻബലവും ഉണ്ടായിരിക്കും. ഞാൻ ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു വന്നിട്ടിരുന്നത്. കാരണം ഒന്നാമത് ഒരു ആക്സിഡൻറ്റ് വന്ന്, പിന്നെ ഞാൻ 18 വയസ്സോട്ട് വണ്ടി ഓടിക്കുന്ന ഇതുവരെയായിട്ട് ഒരു ആക്സിഡൻറ്റോ ഒരു മറിഞ്ഞു വീഴുക ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ കാലെല്ലാം നല്ലോണം പൊട്ടി സ്റ്റിച്ച് ഇടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റിച്ച് ഇട്ടില്ല. എന്നിട്ട് ഞാൻ 4 ദിവസം ജോലിക്ക് പോകാതിരുന്നിട്ട് വീണ്ടും പോകാൻ തുടങ്ങി. 4 ദിവസം മാത്രമേ ലീവ് എടുത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പറയാതെ ഒത്തിരി ദിവസങ്ങളിൽ ലീവ് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഓരോന്നും വന്നു. വീട്ടിലോരോ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അങ്ങനെ ലീവ് എടുക്കേണ്ടി വന്നത്. അപ്പം വീട്ടിലെ അച്ഛനും അമ്മയും കഴിഞ്ഞ് എനിക്ക് മറ്റെന്തും ഉള്ളൂ. അല്ലാതെ
ജോലിയോ ശമ്പളമോ ഒന്നും ഞാൻ ചിന്തിക്കത്തില്ല. അച്ഛനെയും അമ്മയും കഴിഞ്ഞ് ഞാൻ എന്ത് കാര്യമാണേലും ആലോചിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു, എൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നെന്ന് ആർക്കും തന്നെ അറിയത്തില്ല. പക്ഷേ ഞാനെടുത്ത തീരുമാനങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്കത് ശരി മാത്രമാണ്. കാരണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് ബാക്കി എന്തും ഉള്ളു. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും പെട്ടെന്ന് എടുക്കത്തേ ഉള്ളൂ. അല്ല ആലോചിച്ച് ഒരു തീരുമാനം സമയം എടുത്തുകൊണ്ടാണ് ചിന്തിച്ചൊന്നുമല്ല ഞാൻ തീരുമാനം എടുക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. അതിനെ ഒരുപാട് തവണ ചിന്തിച്ച് ആലോചിക്കുകയോ അങ്ങനെ നമ്മൾ മറ്റു വ്യക്തികളായിട്ട് ചർച്ച ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ശരിയായിട്ടുള്ള തീരുമാനം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തുവാണ് തോന്നുന്നത് എൻ്റെ കൂട്ടുകാർ? അതുപോലെ പുതിയതായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തീരുമാനത്തിന് വല്ല തെറ്റോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ലീവ് എടുക്കേണ്ടതായിട്ട് വന്ന് അങ്ങനെ എൻ്റെ ജോലി പോയി. അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തത് തെറ്റാണോ, എൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ച തെറ്റാണോ എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെയാണ് ഞാൻ എല്ലാവരെയും കരുതുന്നത്. എല്ലാവരുടെയും എൻ്റെ ലൈവിൽ വരുന്നവരെ എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരുടെയും പേരും ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും ലൈവിൽ പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ചെയ്തത് തെറ്റാണോ അതോ ശരിയാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.